ഹായ് ഓൾ, കുറച്ച് ദിവസമായിട്ട് ഞാൻ അന്വേഷിച്ചിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഇന്നാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. അത് ഡോപ്പയിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് 2-3 ദിവസം മുന്നേ ഇൻഫർമേഷൻ കിട്ടിയത്. പക്ഷേ 2 ദിവസം ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിട്ട് ഇന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല കണക്കുള്ള ഒരു സാധനം. അപ്പോൾ ഇത് ഇന്ന് ഒന്ന് തുറന്നു നോക്കണം, അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ നമുക്കൊന്ന് സാധനം ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒരു കണ്ടന്റ് സംഗതികളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് പഠിച്ചോളാം. സോ ഗൈസ്, ഞാൻ കാത്തിരുന്ന സാധനം ആക്ച്വലി ഇതിന്റെ വർക്കിന്റെ ഓരോ സമയത്ത് നമ്മളെ ഓരോ ഫാക്കൽറ്റിയുടെ കൂടെയും ഓരോ മെന്റേഴ്സിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത പോലെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എൻ്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ആൻഡ് സീരിയസ്ലി ഇത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കിട്ടിയ സാധനം ഇതാണ്. ഇതൊരു എന്താ പറയാ, ദിസ് ഈസ് എ കലണ്ടർ, ക്യാപ്സ്യൂൾ 3.0 കലണ്ടർ ആണ്. അതിന്റെ ക്യാപ്ഷൻ തന്നെ നമ്മൾ പറയുന്ന ഡോപ്പയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, ഡോണ്ട് സ്റ്റോപ്പ് അൺടിൽ യു ആർ പ്രൗഡ്. നമ്മൾ അഭിമാന പുരസ്സരമാകുന്നത് വരെ നമ്മൾ ഇത് നിർത്തരുത് എന്നുള്ളതാണ്. എന്നിട്ട് ഇത് തുറന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് പ്ലാൻ. വണ്ടർഫുൾ പ്ലാൻ ആണ്. ഡോപ്പയുടെ ക്യാപ്സ്യൂൾ പാത്ത് വൈസ് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ, ആക്ച്വലി നിങ്ങളുടെ phase 2 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ March 29 എന്നുള്ള രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഡേയിൽ March 29 ഓറിയന്റേഷൻ പ്രോഗ്രാംസ്, ബേസിക് മാത്സ്, ഐ ഓപ്പണിംഗ് ഫണ്ട് പ്രോഗ്രാംസ്, സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു 1 ഡേ March 29 വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു പറയുന്നത് March 30 മുതൽ April 30 വരെയുള്ള ദിവസങ്ങളിൽ 32 ഡേയ്സ്, 32 സെറ്റ്സ്, 32 സ്റ്റെപ്സ് ടു യുവർ എക്സാംസ്, അങ്ങനെ തന്നെ പറയാം. നിങ്ങളുടെ നീറ്റിന്റെ വിജയത്തിലേക്ക് കൊണ്ടിട്ടുള്ള 32 സ്റ്റെപ്പുകൾ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ May 1, 2, 3 നല്ല അടിപൊളിയായിട്ട് ഇന്റൻസീവ് പ്രിപ്പറേഷൻ വരുന്ന മാരത്തൺ ഡേയ്സ്, ആൻഡ് May 4, 5, 6 നടക്കുന്ന ഫൈനൽ മോക്ക് ഡേയ്സ്. സോ ഇറ്റ് ഈസ് ലൈക്ക് എ കംപ്ലീറ്റ് ഷെഡ്യൂൾ. ലൈക്ക് നിങ്ങൾക്ക് ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും വേണ്ട. എന്തൊക്കെയാണോ നടക്കാനുള്ളത് അതൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നിട്ടുണ്ട്. സോ എവറിത്തിങ് ഓരോ ദിവസവും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാന്നുള്ള കാര്യം. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്ന മൊഡ്യൂൾസ് നമുക്കറിയാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫിസിക്സിന്റെ മൊഡ്യൂൾസ് ഇപ്പൊ P1 മുതൽ P10 വരെയുള്ള മൊഡ്യൂൾസ് ഉണ്ട്. C1 മുതൽ C10 വരെയുള്ള സെറ്റുകൾ ഉണ്ട്, അതും മൊഡ്യൂൾസ് ആണ്. ആൻഡ് ബയോളജിയിൽ ഇതുപോലെ എനിക്ക് തോന്നുന്നു 12 സെറ്റുകളാണ് ബയോളജിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇതായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുത്താനാണ് ഓരോ ദിവസവും ക്ലാസ് എടുത്തു തരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഓരോരോ സാധനങ്ങൾ കവർ ചെയ്ത് അതിനെ നമ്മളിങ്ങനെ ടിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വെറും 32 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം മുഴുവനായിട്ടും പഠിച്ച് തീർക്കാവുന്ന ഒരു നീറ്റിന്റെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്ന രൂപത്തിലാണ്. സോ കുറച്ചൊരു ഉഷാറായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും തീർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് അറിയാനുള്ള പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ സാധനങ്ങളും കൂടി ഇത് അവിടെ തന്നിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ ക്യാപ്സ്യൂൾ കിറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോണത് ഈ ഒരു കലണ്ടർ ബുക്ക് ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഈ കലണ്ടർ കൂടാതെ ഇതിനകത്ത് ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡോപ്പയിൽ നീറ്റ് വിപ്ലവം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2022 വെറും 300 കുട്ടികൾ മാത്രം ഉണ്ടായിരുന്ന ഡോപ്പ ഇന്ന് അത്രയധികം കുട്ടികൾ ട്രസ്റ്റ് ചെയ്ത് അത്രയധികം കുട്ടികൾ നിൽക്കുന്ന ആൾക്കാരായിട്ട് മാറിയത് നമ്മുടെ ഈ ഒരു റിസൾട്ട് കണ്ടിട്ടാണ്. ഓരോ കുട്ടിയും ഓരോരുത്തരും അത്രയും അധികം നമ്മുടെ മുത്തുകളാണ്. നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നേ പഠിച്ച് കയറി വന്ന ആൾക്കാരാണ്. ഇവരുടെ ഫോട്ടോസ് അടങ്ങിയ ഒരു സാധനം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇൻസ്പയറിംഗ് ആവുന്ന ഒരു സാധനമാണ്. ടോപ്പിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. ആൻഡ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല 2 സെറ്റ് ഓഫ് ഫുൾ മോക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ടോപ്പ് മോക്ക് എക്സാം 1, മോക്ക് എക്സാം 2, 2 മോക്ക് എക്സാമിന്റെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇത് വെച്ചിട്ട് ഒരിക്കലും എക്സാം നിങ്ങൾക്ക് നടത്താൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഇരിക്കും അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള OMRകൾ, നിങ്ങൾക്ക് വേണം ഒരു നമ്പർ ഓഫ് OMRs പ്രാക്ടീസ്. ഡെഫിനറ്റ്ലി OMR പ്രാക്ടീസ് ഈസ് സോ ഇമ്പോർട്ടന്റ്. അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. സോ എന്ത് ചെയ്യുക, OMR കൃത്യമായിട്ട് തന്നെ ഡോപ്പന്റെ OMR കറക്റ്റ് നീറ്റ് മോഡലിന് കേട്ടോ. കറക്റ്റ് എങ്ങനെയാണോ നീറ്റിന്റെ OMR കിട്ടുക അതേപോലത്തെ OMR ഷീറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദാറ്റ് ആ ഒരു പാർട്ട്. ഇനിയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം.
നല്ല കനമുള്ള ബുക്കുകളാണ്, 6 ബുക്കുകൾ. യു ക്യാൻ സി നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കുള്ള ബുക്കുകളാണ്. എനിക്ക് തോന്നുന്നത് എന്റെ കയ്യിലുള്ളത് 2 ഫിസിക്സിന്റെ ബുക്കുകളാണ്. ഫിസിക്സ് വോളിയം 1, ഫിസിക്സ് വോളിയം 2, 2 ബുക്കുകളുണ്ട്. +1 ടോപ്പിക്കുകളും +2 ടോപ്പിക്കുകളാണ്. സോ നമുക്ക് ഒരു ബുക്ക് നമുക്ക് തുറന്നു നോക്കാം എന്താ സാധനം എന്നുള്ളത്. ഡിസൈൻ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ കേട്ടോ, നല്ല ഹാർഡ് ആൻഡ് സ്റ്റിഫ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള പ്രിന്റ്. സീരിയസ്ലി ഞാനിത് ഇതിന്റെ ഡിസൈനിങ് പാർട്ടിലൊക്കെ പാർട്ടായിട്ടുണ്ടായിരുന്നെങ്കിലും ഇത് പ്രിന്റ് ചെയ്ത് കൈ കിട്ടും. നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു സാധനം പ്രിന്റ് ചെയ്ത് കൈ കിട്ടുക എന്നുള്ളത് ദാറ്റ് ഈസ് പ്രസ്റ്റീജിയസ് ആണ് അല്ലെ. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കവറാണ്. തുടക്കത്തിൽ നമ്മുടെ ഡോപ്പയുടെ വിക്ടറിയുടെ പ്രോഗ്രാം സാധനങ്ങൾ, ഡോപ്പനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ആൻഡ് ഇത് തുറന്നു വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് 1ാമത്തെ ചാപ്റ്റർ മുതലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. നോക്ക് ഗൈസ്, അപ്പോൾ ഈ ബുക്കിനകത്തുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, നോക്കിക്കോ. ഈ ബുക്കിനകത്തുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ്, കുറച്ച് ബ്ലാങ്ക് സ്പേസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഓരോ ഹെഡിങ്ങൾ എന്നിരുന്നുണ്ടോ, ഫോർ എ ലാർജ് ഡിസ്റ്റൻസ് ആൻഡ് അതർ യൂണിറ്റ്സ്, ഡയമെൻഷൻസ് എന്നൊക്കെ പറഞ്ഞ സ്പേസുകൾ കാണാൻ പറ്റും. ഇത് നമ്മുടെ ഡോപ്പയുടെ ക്ലാസ്സുകൾ ഫാക്കൽറ്റീസ് എടുക്കുന്ന സമയത്ത് അത് ഫില്ല് ചെയ്ത് പോകാനുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഓരോരോ സാധനങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നീറ്റിന് ചോദിക്കാവുന്ന, ഇതുവരെ നീറ്റ് ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ള, എല്ലാ മോഡൽസും അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനുള്ള സ്പേസ് കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഫാക്കൽറ്റി ഇത് നിങ്ങൾക്ക് ചെയ്തു തരുന്ന സാധനം ഉണ്ടാവും. ആപ്പിലാണെങ്കിലും ലൈവിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ സാധനം ചെയ്തു തരുന്നുണ്ടാവും. സോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി മെത്തേഡാണ്. ഇങ്ങനെ ഒരു സാധനം ഡിസൈൻ ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ 2 hours കൊണ്ടൊക്കെ നമുക്ക് ഒരു ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 29 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മെറ്റീരിയലിനകത്ത് ടോപ്പേഴ്സ് ടിപ്സ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ വർഷം നീറ്റിന് ടോപ്പറായ ആൾക്കാർ, ഇപ്പൊ നമ്മുടെ ഡൽഹി എയിംസിൽ ഡോപ്പയുടെ സ്റ്റുഡൻസ് ഉണ്ട്, ജിപ്മർ പുതുച്ചേരിയിൽ ഡോപ്പയുടെ സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ AFMCയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ ടോപ്പേഴ്സ് മെഡിക്കൽ കോളേജിലും ഈ ഡോപ്പയുടെ സ്റ്റുഡൻസ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് എത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജസിലും ഉണ്ട്. അവരൊക്കെ തയ്യാറാക്കിയുള്ള ടോപ്പേഴ്സിന്റെ ടിപ്സ്. അതാണെന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് ഇന്ന കാര്യം ശ്രദ്ധിക്കണം, ഇന്ന കാര്യം നിങ്ങൾ മറന്നു പോകാറുണ്ട് എന്നുള്ള രൂപത്തിലുള്ള അവർ ഓരോരോ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ആൻഡ് പിന്നെ നമുക്ക് ഇതിനകത്തുള്ള സാധനം വെച്ചാൽ വെരി നൈസ്, അസൈൻമെന്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഗൈസ് നോക്ക്, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതെനിക്ക് തോന്നുന്നു പ്രീവിയസ് 4 നീറ്റ് എക്സാമിനുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തന്നെ നിങ്ങൾക്ക് മതിയാവും തോന്നുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ഫിസിക്സ് മെറ്റീരിയൽ. എല്ലാ ചാപ്റ്ററിലും ഇതുപോലെ തന്നെ നമ്മൾ എഴുതാനുള്ള സ്പേസുകൾ, ടോപ്പേഴ്സ് ടിപ്പുകൾ കഴിഞ്ഞിട്ട് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ദിസ് ഈസ് വണ്ടർഫുൾ. ഇത് തന്നെ മതിയാവും നിങ്ങൾക്ക് കഴിയാന്നുള്ള കാര്യം. സോ ദിസ് ഈസ് ദ ഫിസിക്സ് മെറ്റീരിയൽ. ഫിസിക്സ് മെറ്റീരിയൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് എന്റെ കയ്യിലുള്ളത് ബയോളജിയുടെ മെറ്റീരിയൽസ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ബയോളജി മെറ്റീരിയൽ. നോക്കാലോ. അപ്പൊ ഞാനൊരു ബയോളജിയുടെ ഫാക്കൽറ്റി കൂടി ആകുമ്പോൾ എനിക്ക് ഈ സാധനത്തിന്റെ ഒരു ഇത് മനസ്സിലാവും. സെയിം നല്ല ക്വാളിറ്റിയുള്ള പ്രിന്റ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. ഓക്കെ, എന്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയ ചാപ്റ്റർ ദിസ് ഈസ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള +2 ചാപ്റ്റർ. നോക്ക്, NCERT ടേബിൾസ് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഡയഗ്രാംസ്, NCERT എല്ലാ ഫോട്ടോസും സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയം, ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാവുന്ന രൂപത്തിൽ ഇത് കറക്റ്റ് NCERT അതേ ഹെഡിങ്ങുകളാണ് കൊടുത്തിട്ടുള്ളത്. സോ NCERT എല്ലാ പോയിന്റ്സും നമുക്കിങ്ങനെ കൃത്യമായിട്ട് കൊടുക്കാനും വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന രൂപത്തിൽ അതിന്റെ ഒരു റീപ്രൊഡക്റ്റീവ് ചാർട്ട്. ദിസ് ഈസ് ഓൾസോ ഗുഡ്. ആക്ച്വലി നമുക്ക് വെച്ചാൽ ഇതൊരു 2 പേജായിട്ട് NCERT വലിച്ചു വരെ എഴുതിയിട്ടുള്ള സാധനങ്ങൾ. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അത് ഏറ്റവും സിമ്പിൾ സമ്മറൈസ് ചെയ്ത് കിട്ടുന്ന രൂപത്തിലുള്ള സാധനമാണ്. ആൻഡ് NCERT എല്ലാ പോയിന്റ്സും വെച്ച് ഫൈനലി ഇത് തീർക്കാം. എനിക്ക് ഉറപ്പാണ് ഈ ഒരു ചാപ്റ്റർ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറൊക്കെ എടുക്കുന്ന ചാപ്റ്ററുകളാണ്. ഇതൊരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ മെറ്റീരിയൽ വെച്ചിട്ട് സമ്മറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും ഒരു പോയിന്റ് പോലും മിസ് ആവാണ്ട് കിട്ടും. ആൻഡ് ഓഫ് കോഴ്സ് ഇതിന്റെ അവസാനം ഉണ്ട് ഗൈസ് നമ്മുടെ ടോപ്പേഴ്സ് ടിപ്സ്. ഓരോ സാധനങ്ങളും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യം. ആൻഡ് ഹിയർ ഇസ് സംതിങ് വണ്ടർഫുൾ. ഓക്കെ, ഇതിനകത്തുള്ള സാധനം എന്താന്ന് വെച്ചാൽ ഒരു കൺസെപ്റ്റ് മാപ്പ്. കറക്റ്റായിട്ട് ഇതിനകത്തുനിന്ന് കഴിഞ്ഞു പോകേണ്ട ടോപ്പിക്കുകൾ, അതിന്റെ ഒരു ഓർഗനൈസേഷൻ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു കൺസെപ്റ്റ് മാപ്പ് ഇത് അവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇതിനപ്പുറം എനിക്ക് ഉറപ്പാണ് ഇതിനപ്പുറം ബയോളജിന്റെ ഉള്ളിൽ നിന്ന് വേറൊരു സാധനം വേണ്ടി വരില്ല. അതിപ്പോ നിങ്ങൾ റിപ്പീറ്റർ ആയിരുന്നാലും റിപ്പീറ്റർ ആയിരുന്നാലും സൂപ്പർ റിപ്പീറ്റർ ആയിരുന്നാലും ഈ മെറ്റീരിയലിന്റെ ഉള്ളിൽ കൂടി ഒന്ന് കടന്നു പോകാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ് എന്നുള്ളതാണ് പറയാനുള്ളത്. ആൻഡ് ഓൾസോ കെമിസ്ട്രിക്കും ഇതുപോലത്തെ 2 മെറ്റീരിയൽസ്, വോളിയം 1 വോളിയം 2 മെറ്റീരിയൽ. നമ്മൾ ഫിസിക്സിലൊക്കെ കണ്ട പോലെ തന്നെ ഓരോ ചാപ്റ്ററും അതിന്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഏരിയാസും. ഇതിപ്പോ എന്റെ കയ്യിലുള്ളത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു +1 ചാപ്റ്റർ കെമിസ്ട്രിൻ്റെതാണ്. സോ അതിനകത്ത് ഓരോ മോളിക്യുലർ
ഫോഴ്സസ് എങ്ങനെയാണ്, വണ്ടർവാൾസ് ഫോഴ്സിന്റെ ടൈപ്പുകൾ, ഡൈപോൾ മൊമെന്റ്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സ്പേസുകൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേറെ ഒരു നോട്ട്ബുക്കിന്റെ ഒന്നും ആവശ്യമില്ല, ഈ മെറ്റീരിയൽ തന്നെ കൊണ്ടുവന്നാൽ മതി. ഈ മെറ്റീരിയൽ തന്നെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകാൻ പറ്റും, ഓരോരോ ലോസ്, അതിന്റെ കാര്യങ്ങൾ, പിന്നെ അത് എഴുതാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഡാൾട്ടൺസ് ലോ, ഗ്രഹാംസ് ലോ എഴുതാനുള്ള സ്പേസ്. അതിനുശേഷം യു ക്യാൻ സി എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ക്ലാസ് റൂമിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കും. ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും റെസിഡൻഷ്യൽ ആയിട്ടൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ നിന്ന് വർക്കൗട്ട് ചെയ്യിപ്പിക്കാനുള്ള സാധനങ്ങളാണ്. സോ വൺസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും വീണ്ടും അതിന്റെ അടുത്ത ഡീവിയേഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ അടുത്ത ടോപ്പിക്കായിട്ട് തന്നെയാണ് സാറ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ഫാക്കൽറ്റീസ് നല്ലോണം പണിയെടുത്ത്, നമ്മുടെ മെന്റേഴ്സ് ഒക്കെ പണിയെടുത്ത് റിവ്യൂ ഉണ്ടാക്കുക. അഗൈൻ ടോപ്പേഴ്സ് ടിപ്സ് ഉണ്ട്, അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, വീണ്ടും കഴിഞ്ഞ 4-5 വർഷമായിട്ട് നീറ്റിന് ചോദിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ പറയാനുള്ളത് ഇതാണ്, നമ്മൾ എന്താ പറയാ, ഇറ്റ്സ് എ വണ്ടർഫുൾ ബോക്സ്. ഈ ഒരു ബോക്സും ആ ബോക്സിനുള്ള കണ്ടന്റും മാത്രം മതി നിങ്ങളുടെ നീറ്റ് 2023 യാത്ര ഉഷാറാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ മെന്റേഴ്സും ആൾക്കാരും സംഗതികളും എല്ലാം ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ കൂളായിട്ട് നമ്മൾ ഈ നീറ്റ് 2023 ട്രാക്ക് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ ഒരു അടിപൊളി മെറ്റീരിയൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷോക്കേസിലൊക്കെ വെക്കാൻ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കവറും നല്ല ക്വാളിറ്റിയുള്ള പ്രിന്റ് ഒക്കെ ആയിട്ടുള്ള സാധനമുണ്ട്. അപ്പോ ഇതിനകത്ത് പറഞ്ഞ പോലെയാണ്, ഡോണ്ട് സ്റ്റോപ്പ് അണ്ടിൽ യു ആർ പ്രൗഡ്. നിങ്ങൾ പ്രൗഡ് ആവുന്നത് വരെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഡോപ്പയുടെ ക്യാപ്സ്യൂൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട്. നല്ലൊരു മെറ്റീരിയലിന്റെ അടിപൊളി ഒരു സെറ്റാണുള്ളത്. നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ചേരാൻ ശരിയാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ് മക്കളെ. നമ്മളപ്പോൾ ഇനി ക്യാപ്സ്യൂളിലെ ക്ലാസ്സുകളിൽ നേരിട്ടാണ്.